ഭൂമിയോളം താണു, ഇനി വയ്യ. ഗത്യന്തരമില്ലാതെയാണ് ഇത് എഴുതേണ്ടി വന്നത്. തിരുമല അനിലിന്റെയും MS കുമാറിന്റെയും അതേ അവസ്ഥയിലൂടെയാണ് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP വാർഡ് കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ ചതിയിൽപ്പെട്ട ആത്മഹത്യയുടെ വക്കിലെത്തിയ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണത്. 2.5 കോടി രൂപയുടെ വായ്പയാണ് ഉദയനും സഹപ്രവർത്തകനും ഉദയന്റെ 6 ബന്ധുക്കളും ചേർന്ന് സഹകരണ സംഘത്തിൽ നിന്നും എടുത്തത്. തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ പ്രസിഡന്റ് പരാതിപ്പെട്ടു. എന്നാൽ വിഷയം പരിഹരിക്കുന്നതിന് പകരം പ്രസിഡന്റ് അണിയൂർ ജയകുമാറിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന് അടക്കം പരാതി നൽകിയിട്ടും ഉദയനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്നുവെച്ചാൽ BJPയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഉദയൻ 2.5 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. ഉദയൻ ഉൾപ്പെടെയുള്ളവർ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സൊസൈറ്റി. നിലവിൽ സൊസൈറ്റി തകർച്ചയുടെ വക്കിലാണെന്നും താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നുമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ജയകുമാർ പറയുന്നത്. തലസ്ഥാനത്തെ BJPയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ചതിയിൽപ്പെട്ട് ഇനിയും എത്ര പേർ അവരുടെ ജീവൻ കളയണം? സ്വന്തം സഹപ്രവർത്തകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നൊരു പാർട്ടി, പാവപ്പെട്ട ജനങ്ങളുടെ ഒരു ആയുസിന്റെ അധ്വാനത്തെ തട്ടിയെടുക്കുന്നൊരു പാർട്ടി. ചെമ്പഴന്തി ഉദയനെ പോലുള്ള തട്ടിപ്പ് വീരനായ BJPയുടെ ജനപ്രതിനിധികൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.